നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകയെ നമ്മുടെ പ്രേക്ഷകർക്കറിയാം. അന്ധമായ മോദി വിരോധം, അന്ധമായ BJP വിരോധം, ഇതാണ് അതിനൊരു ആൾ രൂപം കിട്ടിയാൽ അതിൻ്റെ പേരാണ് നിഷ പുരുഷോത്തമൻ. മാധ്യമ പ്രവർത്തകയാണ്. പക്ഷെ മാധ്യമ പ്രവർത്തകർക്കാകെ നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ BJP വിരോധം കൊണ്ടും മോദി വിരോധം കൊണ്ട് ഈ പെൺകുട്ടി അല്ലെങ്കിൽ സ്ത്രീ, ഈ മാധ്യമ പ്രവർത്തക അന്ധയായി മാറിയിരിക്കുന്നതിൻ്റെ ഒരു ക്ലാസിക് ഉദാഹരണം ഇന്നലെ കണ്ടു. മനോരമ ചാനലിരുന്നിട്ട് ഇതുപോലത്തെ രാഷ്ട്രീയ വൈരം കൊണ്ട് വിവരക്കേട് പറയുക എന്ന് പറഞ്ഞാൽ മുത്തശ്ശിപ്പത്രത്തിൻ്റെ ചാനലാണേ അതിൻ്റെ ഗതികേടെന്ന് പറയേണ്ടി വരും. ഇന്നലെ ചാനൽ ചർച്ച പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നു. അപ്പോൾ പറയാണ്, നിഷ പുരുഷോത്തം പറയുന്നു 10 വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ മോദി അധികാരത്തിൽ വന്നതിൻ്റെ 12ാം വാർഷിക ദിനമാണ്. 12 വർഷം പൂർത്തിയായി, ഒരു വ്യാഴവട്ടം പൂർത്തിയാകുന്ന ദിവസമാണ് നമ്മൾ സംസാരിക്കുന്നത്. 10 വർഷത്തിനിടയിൽ അമേരിക്കയിൽ വില കൂടിയിട്ടുണ്ട്. അമേരിക്കയിൽ 33% വില കൂടിയിട്ടുള്ളൂ. ഇന്ത്യയിൽ പക്ഷേ 63% വില കൂടി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക്. അപ്പോൾ BJPയുടെ പ്രതിനിധി പറയുന്നു, ശരിയാണ്, അമേരിക്ക എത്ര പെട്രോളിയം ഉണ്ടാക്കുന്നുണ്ട്, ഇന്ത്യ എത്ര ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൂടി നിങ്ങൾ ആലോചിക്കണം. ഉടനെ ഈ നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന മാപ്ര പറയുകയാണ്, ആരുടെ കുഴപ്പം? ആത്മനിർഭരത എന്തൊക്കെ നിങ്ങൾ പറയുന്നില്ലേ, ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുന്നില്ലെങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? അതായത് ഇന്ത്യ പരമാവധി പെട്രോളിയം ഉൽപ്പാദിപ്പിച്ച് സൗദി അറേബ്യയെ ഉൾപ്പെടെയുള്ള എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾ മറികടക്കുന്നില്ല എന്നുള്ളത് മോദിയുടെ കുഴപ്പമാണ്. ഈ സ്ത്രീ കരുതിയിരിക്കുന്നത് കൃഷി ചെയ്യുന്ന പോലെ പാടത്ത് വിത്തിട്ട് വിളയിച്ചെടുക്കുന്ന എന്തോ ആണ് പെട്രോളിയം, ക്രൂഡ് ഓയിൽ എന്ന് ഇവർ കരുതുന്നുണ്ടോ എന്നെനിക്ക് സംശയം. കാരണം അവർ ആ ആവേശത്തിൻ്റെ ഫ്ലോയ്ക്ക് എന്ന് പറയുകയാണ്. എന്തിനും ഏതിനും മോദിയെ കുറ്റം പറയണമല്ലോ. അപ്പോൾ മാധ്യമ പ്രവർത്തക എന്ന് പറയുന്ന ഒരാളുടെ വിവരക്കേട്, അറിവില്ലായ്മയായിരിക്കാം ഒന്ന്. അല്ലെങ്കിൽ ഇവർക്കറിയാം ഇന്ത്യയിൽ പെട്രോളിയം റിസർവ് വളരെ കുറവാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്നുണ്ട്, ചില രാജ്യങ്ങളിൽ ഈ മൃഗങ്ങളൊക്കെ ചത്ത് മണ്ണിനടിയിൽ പോകുമ്പോൾ മരങ്ങളൊക്കെ കൽക്കരിയായിട്ട് മാറും, മൃഗങ്ങളുടെയൊക്കെ ജൈവാംശം ഒക്കെ പെട്രോളിയമായി മാറും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ സ്കൂളിൽ ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നുണ്ട്. നിഷയ്ക്ക് ഇത് അറിയാൻ വയ്യായിട്ടൊന്നുമല്ല. പക്ഷേ BJPക്കാരൻ പറയുമ്പോൾ കൗണ്ടർ പറയട്ടെ. അതിനു വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് ആത്മനിർഭർ ഭാരതത്തിൻ്റെ ഭാഗമായി എന്ത് ആത്മനിർഭരത നിങ്ങൾക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ മേലെ എന്നങ്ങ് ചോദിച്ചു പോയി. അപ്പോൾ ഇതാണ് കേരളത്തിലെ ഒരു ശരാശരി മാധ്യമ പ്രവർത്തകയെ എടുത്തു പിഴിഞ്ഞു നോക്കിയാൽ 1.5 ലിറ്റർ കിട്ടും മോദി വിരോധം. അതിൻ്റെ ക്ലാസിക് ഉദാഹരണമാണ് നിഷ പുരുഷോത്തമൻ എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകയുടെ ഈ വെളിവുകേട്. ഇപ്പം ഞാൻ ഇന്നലെ എടുത്തു നോക്കി, ലോകത്ത് ഏറ്റവും കൂടുതൽ പെട്രോൾ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുടെ കണക്ക് നോക്കി. അപ്പോൾ നോക്കുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. എൻ്റെ ധാരണ തെറ്റിപ്പോയി. ഞാൻ കരുതി ഗൾഫ് രാജ്യങ്ങളായിരിക്കുന്നത്. അല്ല, അമേരിക്കയാണ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. അമേരിക്ക ഒരു ദിവസം 1.35 crore ബാരൽ, 1,35,00,000 ബാരൽ പെട്രോളിയമാണ് ഒരു ദിവസം ഉൽപ്പാദിപ്പിക്കുന്നത്. 2ാം സ്ഥാനത്ത് റഷ്യയാണ്, 98 ലക്ഷം ബാരൽ. സൗദി അറേബ്യ 95 ലക്ഷം ബാരൽ. കാനഡ 49 ലക്ഷം ബാരൽ. ഇറാഖ് 43, ചൈന 43, ഇറാൻ 41 ലക്ഷം ബാരൽ. UAE 38 ലക്ഷം ബാരലേ UAE ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ പെർ ഡേ. ബ്രസീൽ 37 ലക്ഷം ബാരൽ. കുവൈറ്റ് 25 ലക്ഷം ബാരൽ. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്നത്, ഇന്ത്യയിൽ അത്രേ ഉള്ളൂ. ഞെക്കിപ്പിടിഞ്ഞാൽ നമ്മൾ കൊല്ലത്ത് വരെ ഒന്നുകൊണ്ട് പര്യവേഷണം നടത്തുന്നുണ്ട് ചിലയിടത്തൊക്കെയാണ്. പക്ഷെ ഇന്ത്യക്കില്ലെന്നേ എണ്ണ. നമ്മൾ 80% നമ്മൾ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇറക്കുമതി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന 3ാമത്തെ രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ പ്രതിദിന ഉൽപ്പാദനം 5.3 ലക്ഷം ബാരലാണ്. അത്രേ ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പോഴാണ് ഈ കണക്കുകൾ എല്ലാവർക്കും അറിയാം. എന്നിരിക്കെയാണ് അന്ധമായ മോദി വിരുദ്ധത, BJP വിരുദ്ധത, ഇന്ത്യ വിരുദ്ധത കൈകളിൽ വെച്ചുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ പറയുന്നത്. അതായത് ഞാൻ നോക്കി, അപ്പോൾ ഇന്ത്യ ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഏറ്റവും 3ാം സ്ഥാനത്താണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിൽ ഉപയോഗിക്കുന്നതിൽ 3ാം സ്ഥാനത്താണ് ഇന്ത്യ. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ആരാണെന്ന് ഞാൻ നോക്കി, അത് ഉണ്ടാക്കുന്നവർ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന അമേരിക്ക തന്നെയാണ്. 1ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത്. 2ാമത് ചൈനയാണ്, 3ാമത് ഇന്ത്യയാണ്, 4ാമതാണ് റഷ്യ, പിന്നെ സൗദി അറേബ്യ, ബ്രസീൽ, ജപ്പാൻ, ഇങ്ങനെ പോകുന്നു ഏറ്റവും കൂടുതൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങളുടെ കണക്ക്. അപ്പോൾ ഈ മാധ്യമ പ്രവർത്തകരൊക്കെ ജനങ്ങൾക്കിടയിൽ വിദ്വേഷമുണ്ടാക്കുക, പകയുണ്ടാക്കുക എന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഒരു കാമ്പയിനാണ്. കാരണം നമുക്കറിയാം, ഇപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കൂടുന്നത് കഴിഞ്ഞ 4 വർഷത്തിന് ശേഷം ഇത് ആദ്യമായിട്ടാണ്.
ഇതാദ്യമായിട്ടെന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് കൂട്ടേണ്ടി വന്നു എന്നും അറിയാം. ഹോർമുസ് പ്രതിസന്ധിയാണ് ഇതിന് കാരണം. മോദി ഉണ്ടാക്കിയ പ്രശ്നമല്ല, മോദി മാത്രം വിചാരിച്ചാൽ പരിഹരിക്കപ്പെടുന്നുമല്ല. അപ്പോൾ നിങ്ങളുടെ മോദി വിളിച്ചാൽ തീരുമെന്ന് നിങ്ങൾ പറയാറില്ലേ? അത് UAE ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്, മോദി ഒരു ഫോൺ എടുത്ത് വിളിച്ചാൽ യുദ്ധം തീരുമെന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ ശരിയാണ്. പക്ഷേ ഈ യുദ്ധമുണ്ടാക്കിയത്, ഈ പ്രശ്നം തീരാത്തത് മോദി കാരണമല്ലല്ലോ. ഇപ്പം ഞാനിപ്പോൾ നോക്കി, മുമ്പൊരിക്കൽ ഞാൻ പറഞ്ഞ കണക്കാണ്. ലോകത്ത് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഡീസലിൻ്റെ വില മ്യാൻമറിൽ കൂട്ടിയത് 112.7%, പാകിസ്ഥാനിൽ 44.9%, UAE, അതായത് UAE എന്ന് പറയുന്ന രാജ്യത്ത് 86.1% വില കൂടിയിട്ടുണ്ട്. എല്ലാം ഞാൻ ബാക്കി. അമേരിക്കയിൽ 48.1% കൂടിയപ്പോൾ നമ്മൾ ആദ്യത്തെ തവണ കൂട്ടിയത് 3%. അതെ അതെ. ഇനി എല്ലാം നോക്കിയിട്ട് ഞാൻ പ്രധാനപ്പെട്ടതിൽ ചൈനയിൽ 23.7% കൂടിയിട്ടുണ്ട്. UK 34.2% കൂടിയിട്ടുണ്ട്. എന്തിന് ബംഗ്ലാദേശിൽ 15% കൂടിയിട്ടുണ്ട്. സൗദി അറേബ്യ മാത്രമാണ് ഇന്ധനവില കൂടാത്ത ഏക രാജ്യമെന്നാണ് 2 ആഴ്ച മുമ്പത്തെ കണക്കാണ്. ഏറ്റവും പുതുതല്ല. പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഡീസലിനും പെട്രോളിനും എത്ര ശതമാനം വില കൂടിയിട്ടുണ്ടെന്നുള്ള ആ ടേബിൾ ഞാൻ പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. അപ്പോൾ ഇന്ത്യയിൽ മാത്രമല്ല, പക്ഷേ അത് മോദിയുടെ കുഴപ്പം കൊണ്ടാണ് ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ മാധ്യമ പ്രവർത്തകർ കിണഞ്ഞ് ശ്രമിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് നിഷയെ പോലെയുള്ള ആളുകൾ ഇത്തരം വിവരക്കേട് പോലും അല്ല ഇത് അന്ധമായ പ്രൊപ്പഗാൻഡയിൽ ഇത്തരം ഫൂളിഷ്നെസ് പറയാമോ? അല്ലെങ്കിൽ ഒരു കാര്യം അന്വേഷിക്കാവുന്നതാണ്. സുനിൽ ഇപ്പോൾ കാറ് ഓടിച്ചിട്ട് പെട്രോൾ ബങ്കിൽ ചെല്ലുന്നു. അവിടുന്ന് പറയണു, എനിക്ക് ഒരു പെട്രോൾ വേണം, 1000 രൂപയ്ക്ക് പെട്രോൾ അടിക്കും, അതല്ല 1500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുമെന്ന് പറയണു. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 109 രൂപയോ 112 രൂപയോ എന്താണ്ട് ഒരു ലിറ്ററിന് പെട്രോൾ വിൽക്കണം. സുനിൽ, ശരിക്കും ഒന്ന് അന്വേഷിച്ച് നോക്കാമോ? 1 ലിറ്റർ പെട്രോള് നമുക്ക് നമ്മുടെ വാഹനത്തിലേക്ക് അവർ പെട്രോൾ ഡിസ്പെൻസറിൽ നിന്ന് തരുമ്പോൾ ഈ അതുവരെയുള്ള ചിലവ് എത്ര രൂപയാണെന്നറിയാമോ? കൂടിയൊന്ന് 60 രൂപേൻ്റെ അടുത്തേ വരുള്ളൂ. ബാക്കിയുള്ളത് മുഴുവൻ ടാക്സ് ആണ്. ടാക്സ് എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ടാക്സ്, കേന്ദ്ര ഗവൺമെൻറ് എക്സൈസ് ഡ്യൂട്ടി എല്ലാം കംപ്ലീറ്റ് കട്ട് ചെയ്തു കുറച്ചു. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ പെട്രോൾ ഇതൊക്കെ ആയിട്ടും വില 90 രൂപ താഴെ നിൽക്കണം. കേരളത്തിലും തമിഴ്നാട്ടിലും ഇതുവരെ ബംഗാളിൽ, ഇപ്പൊ ബംഗാളിൽ ഇനിയിപ്പോൾ ഇത് അവർ എക്സൈസ് ഡ്യൂട്ടി എടുത്ത് കളയും, സുവേന്ദു അധികാരി വന്നിട്ട്. ഈ 2 സംസ്ഥാനങ്ങളിലാണ് ഏറ്റവും, തെലങ്കാന കോൺഗ്രസ് എവിടെയൊക്കെ ഭരണമുണ്ട് അവിടെയൊക്കെയാണ് പെട്രോളിന്റെ വില കൂടിയിരിക്കുന്നത്. പണ്ടൊന്നും CPM പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ CPM കോൺഗ്രസും ഒന്നാണ് യഥാർത്ഥത്തിൽ. ഇപ്പൊ ഞാനൊരു കാര്യം ഒന്നോടെ പറയാം സുനിലിന്റെ അടുത്ത്, അത് ഇത് കഴിയട്ടെ. ഈ പെട്രോളിന്റെ വിലയിൽ കേന്ദ്ര ഗവൺമെന്റ് എക്സൈസ് ഡ്യൂട്ടി വെട്ടിക്കുറച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ജനങ്ങളെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ജനങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിന് മാച്ചിങ് ആയിട്ട് സംസ്ഥാനങ്ങൾക്കും ഈ അവിടെയുള്ള വാറ്റ് എന്നുള്ളതുണ്ട്, അത് വെട്ടിക്കുറയ്ക്കാവുന്നതാണ്. വാല്യൂ ആഡഡ് ടാക്സ് വെട്ടിക്കുറയ്ക്കാവുന്നതാണ്. ചെയ്യൂല അവർ ഒരിക്കലും. അവർ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. നരേന്ദ്രമോദി ഉള്ളപ്പോൾ നരേന്ദ്രമോദിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഏറ്റവും എളുപ്പം അതാണല്ലോ. അപ്പോൾ ഇത് ഈ സാധാരണക്കാരൻ അന്വേഷിക്കാനുള്ള പെട്രോളിന് നമ്മൾ ഇറക്കുമതി ചെയ്ത് നമ്മളുടെ അവിടുന്ന് ക്രൂഡ് ഓയിൽ മേടിച്ച് ഇവിടെ കൊണ്ടുവന്ന് റിഫൈൻ ചെയ്ത് നമ്മുടെ പെട്രോൾ ഡിസ്പെൻസർ വഴി പെട്രോൾ നമുക്ക് തരുമ്പോൾ നമുക്ക് എത്ര രൂപ ചിലവാകുന്നുണ്ട് ഇന്ത്യ ഗവൺമെന്റിന് എന്നുള്ള കാര്യത്തെ പറ്റി ആരും അന്വേഷിക്കണില്ല. ഒക്കെ ഇതിന് ഉത്തരവാദിത്വം നരേന്ദ്രമോദിയാണ്. നൈജീരിയയിൽ വെള്ളപ്പൊക്കം നരേന്ദ്രമോദി, വെനിസുവേലയിൽ വെള്ളപ്പൊക്കം നരേന്ദ്രമോദി, ആഫ്രിക്കയിലെ ബോട്സ്വാന എന്ന രാജ്യത്ത് ഭൂകമ്പം നരേന്ദ്രമോദി. അതിനുത്തരം ഇതാണ് ഇവരുടെ ക്യാമ്പയിൻ സ്റ്റൈലും. ഇപ്പം അത് മാത്രമല്ല, ഈ ഒരു കാര്യമെങ്കിലും സുനിൽ ഇപ്പം പറഞ്ഞത് വളരെ വ്യക്തമായിരുന്നു. ഈ ന്യൂസ് വായനക്കാർക്ക് അവരുടെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടാണ് അവർ എന്താ പറയുക വാർത്ത വായിക്കണം. അല്ല, രാഷ്ട്രീയം പറയും ഞങ്ങൾ നിഷ്പക്ഷരാണെന്ന് പറയും, എന്നിട്ട് വായിന്ന് വരുന്നത് മുഴുവൻ അവരുടെ പക്ഷപാതിത്വം, ഇത് വ്യാജ പ്രചരണം, ദുഷ്പ്രചരണം. ഞാൻ ഈ ഇത് വളരെ റെയറായിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ചാനൽ ഇങ്ങനെ വേറെ ഒരു പരിപാടിയിൽ ഞാൻ നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ ചില അവതാരങ്ങൾ അതിനകത്തുള്ളത് കൊണ്ട് അവരുടെയൊക്കെ ദർശന സൗഭാഗ്യം കൊണ്ട് എനിക്ക് സ്വർഗപ്രാപ്തി വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ മനോരമ ന്യൂസ് കാണാറില്ല. അസഹ്യമാണ് ഇവരുടെ ഭാഷ, അവതരണ രീതി, പക്ഷപാതിത്വം.
അയ്യോ! അത് ഒരുമാതിരി നമ്മൾ പറയില്ലേ നോസിയേറ്റിംഗ് ഫീലിംഗ് എന്ന് പറയില്ലേ? വാർത്ത വായിക്കുമ്പഴും, ആ വാർത്ത അവതാരകരെ കാണുമ്പഴും, വാർത്ത വായിക്കുന്നത് കാണുമ്പഴും ഒക്കെ കാണുമ്പഴും നമുക്കൊരു മനം പുരട്ടൽ ഉണ്ടാക്കുന്ന അതാണ് പ്രതീതിയാണ് അവര് ഇവരൊക്കെ സൃഷ്ടിക്കുന്നത്. കാണാനൊക്കെ വളരെ നല്ല ആളുകളാണ് ഓ, കേട്ടോ. പക്ഷേ അത്രയ്ക്ക് സുന്ദരിമാരൊന്നുമില്ല. ആ നമ്മുടെ വീണ അത് ജോർജ് നല്ല അല്ല, സുന്ദരിയായിരുന്നു. സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. അപ്പോൾ സൗന്ദര്യത്തിന് നമ്മൾ ബോഡി ഷെയ്മിങ്ങോ ബോഡി പ്രൈസിങ്ങോ നോ, അല്ല. നോ, ഞാൻ അല്ല, ബോഡി പ്രൈസ് അല്ല, സുന്ദരിയാണെന്ന് പറയുന്ന ഐ ആം പ്രൈസ് ജസ്റ്റ് ടെല്ലിംഗ് ദി ഞാൻ ബോഡി പ്രൈസിങ്ങും അല്ല. പക്ഷേ വാർത്ത അവതരിപ്പിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ആളുകൾ അവതരിപ്പിക്കുന്ന ആളുകൾ പറയുന്നതിനകത്ത് ഫാക്ച്വലി കുറച്ചെങ്കിലും സത്യമുണ്ടാണ്. അത് ആത്മനിർഭരത എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ആഭ്യന്തര ഉൽപ്പാദനം കൂട്ടുന്നില്ലെങ്കിൽ മോദിയല്ലേ ഉത്തരവാദി? ആരുടെ കുഴപ്പമാണെന്ന് ചോദിച്ചാൽ അത് വലിയ IAS ഉദ്യോഗസ്ഥനായിട്ട് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തൊരു ദേവസഹായം ഉണ്ട് ചെന്നൈയിൽ, MG ദേവസഹായം. അപ്പോൾ ഈ മേക്ക് ഇൻ ഇന്ത്യ ക്യാമ്പയിൻ തുടങ്ങി 2015 പ്രധാനമന്ത്രി. അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞ് 3 ആഴ്ചയായിട്ട് കഴിഞ്ഞപ്പോൾ ഈ ദേവസഹായത്തിനെ ഞാനൊരു മീറ്റിങ്ങിൽ വെച്ച് കണ്ടു. അപ്പം അദ്ദേഹത്തിന് എന്നെ തീരെ ഇഷ്ടമല്ല. ഒന്നാമത്തെ അദ്ദേഹം ഒരു എന്താ പറയണേ കുരിശൻ്റെ ആളാണ്. പേര് കേട്ടാത്തൊന്നും ഹിന്ദു ആണെന്ന് തോന്നുകയില്ല. ദേവസഹായം എന്നാണ്. അപ്പോൾ എന്തായി നിങ്ങളുടെ മേക്ക് ഇൻ ഇന്ത്യ? പ്രധാനമന്ത്രി നിങ്ങളുടെ മോഡി പറയുന്നുണ്ടായിരുന്നല്ലോ മേക്ക് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന്. എന്തെങ്കിലും മേക്ക് ചെയ്തോ? അപ്പം ഞാൻ ചോദിച്ചു, അത് സാറേ ഈ മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞൊരു പദ്ധതി തുടങ്ങിയിട്ടുണ്ട്, ശരിയാണ്. അത് ഇന്ത്യയിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക, മാനുഫാക്ചർ ചെയ്യുക, അതിന് വേണ്ടിയിട്ടാണ് മേക്ക് ഇൻ ഇന്ത്യ. ഒരു ഓവർനൈറ്റിൽ നിങ്ങൾക്ക് ഒരു പാറ്റന്റ് ടാങ്ക് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പം ഇത് അന്ധമായ മോദി വിരോധം. അത് ഈ മാധ്യമങ്ങൾക്ക് ഇവർ പറഞ്ഞു കൊടുക്കണേ. കുറേ ഉപദേശകരുണ്ട്. ഇപ്പം ഡൽഹിയിൽ ഒരു ജോൺ ദയാൽ എന്ന് പറഞ്ഞ ഒരു ക്രിസ്ത്യൻ ഫണ്ടമെന്റലിസ്റ്റ് ഉണ്ട്. അയാളാണ് ഈ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നില്ലേ, മാർക്കോ റൂബിയോ വന്നിട്ട് തെരേസന്റെ കവറോടെ അവിടെ പോയി കൽക്കത്തയിൽ. അവിടെ പോയപ്പോൾ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആയിട്ട് പിൻവലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പോയതാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ഏതെങ്കിലും പത്രങ്ങളിൽ പിന്നെ വാർത്ത വന്നു? ഇല്ല, വന്നില്ല. അയാൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല, ഒന്നുമില്ല. അയാളോട് ചോദിക്കാനുള്ള ധൈര്യം പോലും ഇല്ല ഇവർക്ക്. മോദി പത്രസമ്മേളനം നടക്കാത്തതിന് ഇതേ ആൾക്കാർ ചീത്ത പറയണ ഞാൻ ഈ മലയാളം ചാനലിൽ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ല? എന്നാലും പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, സുനിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ കാര്യം വലിയ ജേർണലിസ്റ്റ് തന്നെയാണ് സുനിൽ. ഇന്ത്യൻ പ്രധാനമന്ത്രി പത്രക്കാരോട് സംസാരിക്കണം എന്ന് എവിടെയെങ്കിലും നിയമം എഴുതി വെച്ചിട്ടുണ്ടോ? ഒന്നുമില്ല, ഒരു നിയമവും ഇല്ല. എനിക്ക് സുനിലിന്റെ അടുത്ത് ചെയ്യാൻ പേടിയാ. അല്ലല്ല, ഒരിടത്തും ഇല്ല. എന്ത് കാര്യത്തിന്? ഇല്ല, ഈ കമ്പും കോലുമായിട്ട് വരുന്ന എല്ലാവരുടെ മുന്നിൽ നിന്ന് കൊടുക്കുക എന്നുള്ളതല്ല. അത് പിണറായി വിജയൻ പറഞ്ഞതാ ശരി. കടക്ക് പുറത്ത് മാധ്യമ പ്രവർത്തകർക്ക് സവിശേഷമായ ഒരു അധികാരവുമില്ല. ഈ നാട്ടിലെ സാധാരണ പൗരന്മാർക്കുള്ള ആ അവകാശവും ആ സ്വാതന്ത്ര്യവും മാത്രമേ ഉള്ളൂ. മാധ്യമ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഒരു പ്രിവിലേജഡ് ആയിട്ടുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തുമില്ല. പിന്നെ എന്ത് സ്വാതന്ത്ര്യമാണ്? അല്ല, അവര് മലയാള മനോരമയുടെ പബ്ലിക്കേഷൻ ഇതല്ലേ, ഒരു വിങ് അല്ലേ. അപ്പൊ അവർക്ക് അതിൽ കൂടുതൽ ഉയരാൻ പറ്റൂല. പിന്നെ അത് മാത്രമല്ല, ഈ സ്ത്രീക്ക് ചിലപ്പോൾ വലിയ വിവരമൊന്നും ഉണ്ടാവില്ലേ. കാരണം പാനലിൽ ഇരുന്നുകൊണ്ട് ന്യൂസ് എഡിറ്ററോ ന്യൂസ് പ്രൊഡ്യൂസറോ പറഞ്ഞു കൊടുക്കും. അപ്പൊ നമ്മൾ കാണുന്നില്ല, ഇവിടെ അവന്റെ ചെവിയിൽ ആ കുന്ത്രാണ്ടം പിടിപ്പിച്ചിട്ടുണ്ടാവും, എന്താണ് അതിന്റെ പേര്, അത് പിടിപ്പിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇന്ന പോലെ പറയാന്ന് പറഞ്ഞു കൊടുക്കണ്ടായിരിക്കില്ല. കാരണം കുറെ കാലമായില്ലേ പണി തുടങ്ങിയിട്ട്. ഇതിനെ ഒരു ദിസ് ഈസ് എ മിഷണറി കൈൻഡ് ഓഫ് വർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ജീവിതം മുഴുവൻ ഇതിനകത്തേക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ തയ്യാറായിരിക്കണം. ഇവരൊക്കെ ചെയ്യുന്ന മെഴ്സണറി കൈൻഡ് ഓഫ് വർക്കാണ്, കൂലിപ്പടയാളിയാണ് ഇവര്. ഞാൻ ഈ പേര് വളരെ സുപരിചിതമാണ്, അങ്ങ് പറഞ്ഞ പേര്. ഇവര് കോൺഗ്രസിന്റെ നിയമസഭാ മത്സരത്തില് ഇതിനു മുമ്പുള്ള ഒരു തെരഞ്ഞെടുപ്പ് അത് ഉള്ളതായിരിക്കും. അത് എനിക്കറിയില്ല, അതങ്ങനെ ഒരു ഗോസിപ്പ്. കാരണം നമ്മുടെ ഈ വീണ ജോർജൊക്കെ വന്നപ്പോൾ അതുപോലെ വരാൻ പറ്റുന്ന ഒരു മാധ്യമ പ്രവർത്തക എന്ന തരത്തിൽ അതാണ്. പക്ഷേ കയ്യിലിരിപ്പ് അല്ലെങ്കിൽ വിജ്ഞാനം ഇതാണ് ആത്മനിർഭരത. അയ്യോ എന്റെ സുനിൽ, ചാനലിൽ വാർത്താ റിപ്പോർട്ടർ ആവണതിന് വിജ്ഞാനത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ അജ്ഞാനമാണ് യഥാർത്ഥത്തിൽ. എന്തും പറയാൻ ഉളുപ്പില്ലാതെ എന്തും പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാവും, എങ്കിൽ ചാനൽ ആങ്കറായി. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്രിയമായ ചില സത്യങ്ങൾ കൂടെ നമ്മൾ പറയണം. ചില കാര്യങ്ങൾ നമ്മൾ പൊളിച്ചെടുക്കണം. കാരണം ഇതുപോലെ ഇന്ത്യ എന്തുകൊണ്ടാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ക്രൂഡ് ഓയിലിൻ്റെ ഉൽപ്പാദനം കൂട്ടാത്തത്? അതിന് ഉത്തരവാദി മോദിയാണ്. പിന്നെന്ത് ആത്മനിർഭരത എന്നൊക്കെ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരാണ് കേരളത്തിലുള്ളത് എന്ന് നമുക്ക് പറയാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവരാണ് നമ്മുടെ ആളുകളെ
ആളുകൾക്ക് രാഷ്ട്രീയ വിദ്യാഭ്യാസം കൊടുക്കാനും നേർവഴിക്ക് കൊടുക്കാനും സദാചാരം പഠിപ്പിക്കാനും നിഷ്പക്ഷത പഠിപ്പിക്കാനും ഭരണഘടനാ മൂല്യങ്ങൾ പഠിപ്പിക്കാനും ഒക്കെ മുന്നോട്ട് വരുന്നതെന്ന് ആലോചിക്കുമ്പോൾ ലജ്ജ കൊണ്ട് നമുക്ക് ശിരസ് കുനിഞ്ഞു പോകണം. ചുമ്മാ അതല്ല ഞാൻ ഉൾപ്പെടുന്ന മാധ്യമ പ്രവർത്തകരെ ജനം മാപ്ര എന്ന് വിളിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇത് കണ്ടു പോകുന്നതിനൊപ്പം തന്നെ ഒന്ന് ചെയ്തേക്കണേ.